എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന പ്രഖ്യാപനത്തിലൂടെ കോൺഗ്രസിനെ വെട്ടിലാക്കി PV അൻവർ. തെരഞ്ഞെടുപ്പ് ചർച്ച UDFിലും LDFിലും സജീവമായി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയസാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലമ്പൂർ സീറ്റിനായി ഇരുവരും ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നയാൾ വിജയിച്ചാൽ സിറ്റിംഗ് MLA എന്ന നിലയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് ലഭിക്കും. DCC പ്രസിഡന്റ് VS ജോയിയും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തും രണ്ട് തട്ടിലാണെന്ന കാര്യവും നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് വ്യക്തമാണ്. രണ്ടുപേരും നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുമാണ്. UDFിന് നിലമ്പൂരിൽ നിരുപാധിക പിന്തുണ നൽകുമെന്ന് PV അൻവർ നടത്തിയ പ്രഖ്യാപനത്തിലാണ് VS ജോയ് സ്ഥാനാർത്ഥിയായാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും ആര്യാടൻ ഷൗക്കത്ത് നിന്നാൽ വിജയിക്കുമെന്ന് ഉറപ്പ് പറയാനാകില്ലെന്നും പറഞ്ഞത്. മലയോര കർഷകരും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഭൂരിപക്ഷമുള്ള ക്രൈസ്തവ സമൂഹവും അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ മലയോര മേഖലയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി വേണം. അത് VS ജോയ് ആകണമെന്ന നിർദ്ദേശവും ഉയർത്തിയത്. നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കം തുടങ്ങിയത് 2016 മുതലാണ്. സിറ്റിംഗ് MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് മത്സര രംഗത്ത് നിന്നും പിന്മാറി പകരം ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം ഉയർന്നതോടെ KPCC ജനറൽ സെക്രട്ടറിയും DCC പ്രസിഡന്റുമായിരുന്ന VV പ്രകാശ് സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്ത് വന്നു. തർക്കമൊടുവിൽ AICC ഇടപെട്ട് ആര്യാടൻ ഷൗക്കത്തിന് സീറ്റ് നൽകുകയും ചെയ്തു. ഇടത് സ്വതന്ത്രനായി എത്തിയ PV അൻവർ 12,000-ലേറെ വോട്ടുകൾക്ക് ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി. VV പ്രകാശ് പക്ഷം പാലം വലിച്ചതാണ് പരാജയ കാരണമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം കരുതുന്നത്. 2021 അൻവർ തന്നെ ഇടതു സ്ഥാനാർത്ഥിയായി. ആര്യാടൻ മുഹമ്മദിന്റെ സമ്മർദ്ദം മറികടന്ന് VV പ്രകാശ് സ്ഥാനാർത്ഥിയായി. ആര്യാടൻ ഷൗക്കത്തിനെ അനുനയിപ്പിക്കാൻ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയും നൽകി. VS ജോയ് ഉൾപ്പെടെ VV പ്രകാശിന്റെ വിജയത്തിനായി രംഗത്തിറങ്ങി. മുസ്ലിം ലീഗും വളരെ സജീവമായി രംഗത്തുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് VV പ്രകാശ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ഫലം UDFിന് തുടർച്ചയായ രണ്ടാം പരാജയവും സമ്മാനിച്ചു. ആര്യാടൻ ഷൗക്കത്ത് പക്ഷം 2016 കണക്ക് വീട്ടിയതായി VV പ്രകാശ് പക്ഷം ഇപ്പോഴും കരുതുന്നു. ഈ സാഹചര്യത്തിൽ VS ജോയിയുടെയും ആര്യാടൻ ഷൗക്കത്തിൻ്റെയും പേരുകൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ഉയരുമ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥി നിർണയം ഏറെ തലവേദനയാകും. കഴിഞ്ഞ തവണ നിലമ്പൂർ സീറ്റിന് പകരം പട്ടാമ്പി ആര്യാടൻ ഷൗക്കത്തിന് നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം സ്വീകരിച്ചില്ല. എ+ വിഷൻ നിലമ്പൂർ. Oh my God. വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.